ഭർത്തൃവീടുകളിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി യുവതികളുണ്ട്. ഭർത്താവും ഭർത്തൃമാതാവുമായിരിക്കും അവിടെയൊക്കെ വില്ലൻ വേഷങ്ങളിൽ. എന്നാൽ കൊല്ലം തേവലക്കരയിൽ ഇരയാകപ്പെട്ടത് വൃദ്ധമാതാവാണ്. സ്വത്തിനു വേണ്ടി 6 വർഷത്തോളമാണ് മരുമകൾ അമ്മായി അമ്മയെ ക്രൂരമായി തല്ലിച്ചതച്ചത്. ഭർത്തൃമാതാവിനെയും ഭർത്താവിനെയും മർദ്ദിക്കുന്ന മഞ്ജുമോൾ കുട്ടികൾക്ക് നല്ല പാഠം പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപികയാണ്. തേവലക്കരയിലെ ഏലിയാമ്മയെ പോലെ സ്വന്തം വീടുകളിൽ നരകയാതന അനുഭവിക്കുന്ന നിരവധി അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതോടൊപ്പം മലപ്പുറം മഞ്ചേരിയിൽ അമ്മായിയച്ഛനെ കുത്തിക്കൊലപ്പെടുത്തിയ യുവാവിനെയും കുറിച്ച് കേട്ടു. എന്താണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. മിക്കവാറും ദിവസങ്ങളിൽ അടിക്കും, ചിലപ്പോൾ പുറത്തിടിക്കും. കമ്പി വടി കൊണ്ട് അടിച്ച ദിവസങ്ങൾ പോലുമുണ്ട്. നിലത്തിട്ട് കാലിൽ ചവിട്ടും, തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിടച്ച് തറയിലിടും. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനോ അടുക്കളയിൽ പോകാനോ സമ്മതിക്കില്ല. കൊല്ലം തേവലക്കരയിലെ +2 അധ്യാപികയായ മഞ്ജുമോൾ ഭർത്തൃമാതാവിനോട് ചെയ്ത ക്രൂരതകളാണിത്. കുഞ്ഞുങ്ങളെ ഓർത്താണ് ആ അമ്മ ഇതൊന്നും ആരോടും പറയാതിരുന്നത്. നിലവിളക്ക് കൊണ്ട് ഭർത്താവിനെയും ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതുവരെയും കേട്ടതിൽ നിന്നും ഭയാനകമാണ് ആ വീട്ടിലെ അവസ്ഥ. ഭയന്നു വിറച്ചായിരുന്നു ഏലിയാമ്മ എന്ന 80കാരി സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നത്. കൊല്ലം തേവലക്കരയിൽ 80 വയസ്സുകാരിയായ വയോധികയെ മരുമകൾ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് പിന്നാലെ വയോധികയുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6.5 വർഷമായി സമാനമായ രീതിയിൽ ക്രൂരമായ മർദ്ദനം തുടരുകയായിരുന്നുവെന്നാണ് 80കാരിയായ ഏലിയമ്മ വർഗീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പോലീസിനും സമാനമായ രീതിയിൽ ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ പരാതി ഒന്നും തന്നില്ല. എന്തായാലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. 7 ദിവസത്തിനകം ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കൊല്ലം ജില്ലാ പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി ആർ ബിന്ദുവും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലാത്ത കാര്യമാണ് ഉണ്ടായതെന്നും വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനും സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ തോമസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ക്രൂരകൃത്യം ഉണ്ടായത് എന്നതാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ 4.5 മാസം മുമ്പ് ഇത്തരത്തിൽ ഈ വയോധികയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും ഈ ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷവും ഈ ഇത്തരത്തിലുള്ള മർദ്ദനം തുടരുകയായിരുന്നുവെന്നാണ് വയോധിക നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ മകൻ ജെയ്സിനെയും സമാനമായ രീതിയിൽ ഈ മഞ്ജുമോൾ മർദ്ദിക്കാറുണ്ടായിരുന്നു. മകൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് തന്നെ കൂടുതലായി മർദ്ദിച്ചിരുന്നത്. കസേരയിലും മറ്റും ഇരിക്കുമ്പോൾ തള്ളി തറയിലേക്ക് ഇടുകയും തുടർന്ന് തറയിൽ വീണതിന് ശേഷം കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തത് പതിവായിരുന്നുവെന്നും വയോധിക മൊഴി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ലഭ്യമായിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ വയോധികയായ ഏലിയമ്മ വർഗീസിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ നിരന്തരം മർദ്ദിക്കുന്ന തരത്തിലേക്ക് എത്തിയത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഈ വയോധികയുടെ സ്വത്ത് മറ്റാർക്കും കൈമാറാൻ അവർ തയ്യാറായിരുന്നില്ല. അതിനെ സംബന്ധിച്ചുണ്ടായ തർക്കം ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും അയൽവാസികളുടെ അടക്കം മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ കുറ്റത്തിനാണ് കഴിഞ്ഞ ദിവസം മഞ്ജുമോൾ തോമസ് എന്ന അധ്യാപികയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ 2 കൊച്ചുമക്കളുണ്ടായിരുന്നു. ആ 2 മക്കളെയും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് സംരക്ഷണത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ. അതോടൊപ്പം പ്രധാനമായും ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ 6.5 വർഷമായി തുടർച്ചയായി ഇത്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടും അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നത്, അല്ലെങ്കിൽ പോലീസിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന ചോദ്യങ്ങൾക്ക് ഈ വയോധികയായ വൃദ്ധ നൽകുന്ന മറുപടിയാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അതായത് തൻ്റെ കുഞ്ഞുമക്കളെ ഓർത്താണ് അത്തരത്തിൽ ഇവർക്കെതിരെ ഒരു നടപടി വേണ്ട എന്ന, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് മറ്റാരോടും പറയേണ്ട ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തിയത്.
തുടർച്ചയായി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിച്ചു വരികയായിരുന്നു. പക്ഷേ മകനും തൻ്റെ കൊച്ചുമക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇത് പുറം ലോകത്തെ അറിയിക്കാതിരുന്നത് എന്ന ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് ആ വയോധിക പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കൊല്ലത്തെ തേവലക്കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാരിൻ്റെ ഇടപെടലും നടക്കുന്നത്. ഒരു പക്ഷേ ഇവരുടെ ജോലിയിൽ തന്നെ ഇവർക്കിനി തുടരാനാവുമോ എന്ന കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തീരുമാനമാകും. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന സ്ഥിതിക്ക് വിഷയത്തിൻ്റെ ഗൗരവം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയുമാണ്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു ക്രൂരമായ പീഡനത്തിനാണ് ഈ 80-കാരിയായ വയോധിക ഇരയാകേണ്ടി വന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. കൊല്ലത്തെ മനസാക്ഷിയില്ലാത്ത മരുമകളെ പോലെ മദ്യലഹരിയിൽ മനോനില തെറ്റിയ മറ്റൊരു മരുമകന്റെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തയാണിനി. മലപ്പുറം മഞ്ചേരിയിൽ മരുമകൻ ഭാര്യാപിതാവിനെ കുത്തിക്കൊലപ്പെടുത്തി. പുന്നാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത്. മരുമകൻ പ്രിനോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രിനോഷിന്റെ ഭാര്യ രജനിക്കും ആക്രമണത്തിനിടെ കുത്തേറ്റിരുന്നു. മദ്യപിച്ച് വീട്ടിലെത്തുന്ന പ്രിനോഷ് വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മഞ്ചേരി പുല്ലാരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. മദ്യപിച്ച് വീട്ടിലെത്തിയ മരുമകൻ ഭാര്യാപിതാവ് 65-കാരനായ അയ്യപ്പനെ കുത്തിക്കൊല്ലുകയായിരുന്നു. സംഭവത്തിനു ശേഷം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട മരുമകൻ പ്രിനോഷിനെ പുലർച്ചെ 3 മണിയോടെ മഞ്ചേരി ബസ് സ്റ്റാൻഡിന് പരിസരത്തു നിന്നാണ് പിടികൂടിയത്. അയ്യപ്പന്റെ മൂത്ത മകൾ രജനിയുടെ ഭർത്താവാണ് പ്രിനോഷ്. മദ്യപിച്ച് വീട്ടിലെത്തിയ ഇയാൾ വഴക്കുണ്ടാക്കിയത് അയ്യപ്പൻ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആക്രമണം. പിടിച്ചു വെക്കാൻ വന്ന സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. മരിച്ചവർക്ക് വയറ്റിനും തലയ്ക്കൊന്നും പരിക്കേറ്റിട്ടുണ്ട്, ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഭാര്യ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. സാരമായ പരിക്കാണ്. വയറിലും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ അയ്യപ്പനെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രജനിക്കും കുത്തേറ്റിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. പ്രതി സ്ഥിരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്ന് പോലീസ് പറയുന്നു. നേരത്തെയും ഇയാൾക്കെതിരെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. ന്യൂസ് 18 തിരൂർ. നക്ഷത്രത്തിന്റെ വെളിച്ചം കെട്ടുപോയാൽ പിന്നെ എല്ലായിടത്തും ഇരുട്ടായിരിക്കും. മാവേലിക്കരയിലെ ശ്രീമഹേഷിന്റെ ജീവിതം ഇരുട്ടിലായത് സ്വന്തം മകളെ, ആ നക്ഷത്രക്കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോഴാണ്. അന്ന് മുതൽ, അതായത് കഴിഞ്ഞ ജൂൺ മാസം മുതൽ മകളുടെ കൊലയാളിയാണ് ശ്രീമഹേഷ്. 6 വയസ്സുകാരിയായ മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീമഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ജീവനൊടുക്കിയെന്ന വാർത്തയും കേട്ടത് ഈ പകലാണ്. മുൻപ് ജയിലിലും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ജൂണിലാണ് ശ്രീമഹേഷ് മകൾ നക്ഷത്രയെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ശേഷം തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകവെയാണ് ശ്രീമഹേഷ് ട്രെയിനിൽ നിന്ന് ചാടിയത്. മൂത്രമൊഴിക്കാൻ ട്രെയിനിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി മടങ്ങുമ്പോൾ ഒപ്പമുള്ള പോലീസുകാരെ തള്ളിമാറ്റി പുറത്തേക്ക് ചാടിയെന്നാണ് വിവരം. മറ്റൊരു ട്രെയിൻ വന്നുകൊണ്ടിരുന്ന ട്രാക്കിലേക്കാണ് ശ്രീമഹേഷ് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നേരത്തെ മാവേലിക്കര സബ് ജയിലിൽ വെച്ച് ശ്രീമഹേഷ് കഴുത്തുമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 7 രാത്രി 7:30യോടെയാണ് മകൾ നക്ഷത്രയെ മഴ ഉപയോഗിച്ച് ശ്രീമഹേഷ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ബഹളം കേട്ട് ഓടിയെത്തിയ സ്വന്തം മാതാവിനെയും ലഹരിക്കടിമയായ പ്രതി വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. നക്ഷത്രയെ കൊലപ്പെടുത്തുന്നതിന് 1.5 വർഷം മുൻപാണ് ഇയാളുടെ ഭാര്യ വിദ്യ ജീവനൊടുക്കിയത്. ഭാര്യയുടെ മരണശേഷം ശ്രീമഹേഷ് വീണ്ടും വിവാഹം കഴിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മകളുള്ളതിനാലാണ് വിവാഹം നടക്കാത്തതെന്ന് വിചാരിച്ചുണ്ടായ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീമഹേഷിനെതിരെയുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച കോടതി സാക്ഷി വിസ്താരം ജനുവരി 16 ആരംഭിക്കാനായി കേസ് മാറ്റിയിരുന്നു.
ന്യൂസ് 18 കൊല്ലം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ കേസിൽ ഇരയുടെ കുടുംബത്തിന് നീതി കിട്ടുമോ? കേരളത്തിന്റെ ഉള്ളുനീറിയുള്ള ചോദ്യമാണ്. പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയ കോടതി വിധിയിൽ പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. വിധി ഈ നാടിന് നൽകുന്ന സന്ദേശം എന്താണ്? കേസിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോഴും എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന ചോദ്യം ബാക്കിയാണ്. അതിനിടെ പ്രതിഷേധം കണക്കിലെടുത്ത പ്രതി അർജുനെ എറണാകുളത്തേക്ക് മാറ്റിയെന്നാണ് വിവരം. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും പ്രതി അർജുനാണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ. ഇയാൾ കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന് ബന്ധുക്കൾക്ക് മുമ്പേ അറിയാമായിരുന്നുവെന്നും കേസ് ശരിയായ രീതിയിൽ പഠിക്കാതെയാണ് വിധി കൽപ്പിച്ചതെന്നും പിതാവ് ആരോപിച്ചു. ഈ പ്രതിവാഹത്തിന് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇത് അറിയാമായിരുന്നു. ഇത് പുറത്തു വരുമെന്നുള്ള പരാമർശങ്ങളെല്ലാം ഇത് ഞങ്ങളുടെ ആൾക്കാരോട് അതിലെ പോകുന്ന കുടുംബക്കാരോടൊക്കെ തിരിവിളിച്ചുകൊണ്ട് അതിന് പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരും, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആരൊക്കെ വിട്ടുമിടിക്കുന്നതെന്ന് കാണിക്കാം എന്നുള്ള പരാമർശങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇവൻ ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ ഈ വിധി വന്ന ശേഷമാണ് മനസ്സിലാകുന്നത്. ഇത് പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്ന് വാദം കേൾക്കുമ്പോൾ ഈ ജഡ്ജി ഉറങ്ങി വീണ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ചാനലുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. ശാസ്ത്രീയ തെളിവുകൾ പര്യാപ്തമെന്നു തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. അടുത്ത നടപടി അപ്പീൽ സമർപ്പിക്കും ഹൈക്കോടതിയിൽ. അത് വലിയ താമസമില്ലാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. റദ്ദ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. സംഭവ ദിവസം തന്നെ വീട്ടിലെത്തിയിരുന്നു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഒപ്പമുണ്ടായിരുന്നെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഈ മരണം നടന്നത് 2021 ജനുവരി 30-നാണ്. അന്ന് ജൂൺ 30-നാണ്. ജൂൺ 30-ന് അന്ന് വൈകുന്നേരമാണ് ഒരു വംശോദ്ധാര കേസായിരുന്നു. അന്ന് ഈ കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ ക്വാർട്ടേഴ്സിലെത്തി അത് ഡംഡോസ് ചെയ്തതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് മഹസർ തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷനും അപ്പോൾ തന്നെ ആരംഭിച്ചു. അപ്പീലിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. പുനരന്വേഷണം വേണമെന്ന് പ്രതിഭാഗം ആവശ്യമുന്നയിച്ചെങ്കിലും അതിനുള്ള ഒരു സാധ്യതയും നിലവിലെ തെളിവുകൾ വെച്ചില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. വിധിയിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാറിലും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധമുയർന്നു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കോടഞ്ചേരിയിലെ കൊലപാതകം നാടിനെ നടുക്കിയ സംഭവമാണ്. യുവാവിനെ അടിച്ചുകൊന്ന് കുറ്റിക്കാട്ടിൽ തള്ളിയ കേസിൽ മുഖ്യപ്രതിയുടെ ഭാര്യയും അറസ്റ്റിലായി. കൊല്ലപ്പെട്ട നിധിന്റെ സുഹൃത്തും കേസിലെ 1-ാം പ്രതിയുമായ അഭിജിത്തിന്റെ ഭാര്യ സരിതയെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സരിതയെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു നിധിനെ കെട്ടിയിട്ട് ക്രൂരമായി തല്ലിക്കൊന്നത്. കോടഞ്ചേരി നൂറാംതോട് മുട്ടിത്തോട് സ്വദേശി നിതിൻ തങ്കച്ചനെ ഈ മാസം 6-ന് രാത്രിയാണ് ക്രൂരമായി തല്ലിക്കൊന്നത്. സംഭവത്തിൽ നിതിനിന്റെ സുഹൃത്തായ കുപ്പായക്കോട്, കൈപ്പുറം, വേളങ്ങാട്ട് അഭിജിത്ത് ഉൾപ്പെടെ 4 പേർ നേരത്തെ പിടിയിലായിരുന്നു. അഭിജിത്തിന്റെ ഭാര്യ സരിതയെ നിതിൻ ശല്യപ്പെടുത്തിയെന്നാരോപിച്ചാണ് വിളിച്ചുവരുത്തി അടിച്ചുകൊന്നത്. മലപ്പുറം കോട്ടക്കലിൽ പഞ്ചകർമ്മ തെറാപ്പിക്ക് പഠിക്കുകയായിരുന്ന നിതിനിനെ സരിതയെ കൊണ്ടാണ് വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയത്. നിതിൻ ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ പുറത്തു കാത്തുനിന്ന അഭിജിത്തും സംഘവും പിടികൂടി മർദ്ദിച്ച ശേഷം കണ്ണോത്ത് മഞ്ചപ്പാറ മലയിലെത്തിച്ചു. തുടർന്ന് മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച ശേഷം കഴുത്തിൽ ബെൽറ്റ് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിട്ട മൃതദേഹം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പോലീസ് കണ്ടെത്തിയത്.
അന്നുതന്നെ 17-കാരനുൾപ്പെടെ 4 പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. സരിതയെ നിരന്തരം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 താമരശ്ശേരി. കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ ഷെബിനെ അനുഭവിച്ച വേദനയും കണ്ണീരും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഭർത്താവും വീട്ടുകാരും ചേർന്ന് അവളെ അത്രമാത്രം കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഷെബിനിയുടെ മരണത്തിന് ശേഷം ഭർത്തൃവീട്ടുകാരും അറിയണം ആ വേദന. ഷെബിനെ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവിന്റെ അമ്മാവനും ഭർത്തൃമാതാവിനും പിന്നാലെ സഹോദരിയും അറസ്റ്റിലായി. വനിതാ ലീഗ് പ്രാദേശിക നേതാവ് കൂടിയായ ഹഫ്സത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി കീഴടങ്ങിയത്. ഭർത്താവ് ഹബീബ്, റിമാൻഡിലുള്ള ഭർത്തൃമാതാവ് നബീസ, അമ്മാവൻ ഹനീഫ എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഭർത്തൃപിതാവിന് പ്രായം പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഹഫ്സത്ത് വടകരയിലെ ഡിവൈഎസ്പി ഓഫീസിൽ എത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ഷെബിനയുടെ ഭർത്തൃമാതാവ് നബീസയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭർത്താവിന്റെ അമ്മാവൻ ഹനീഫയാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത്. ഡിസംബർ 4-നാണ് ഷെബിനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഭർത്താവിന്റെ അമ്മാവൻ മർദ്ദിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. ഹനീഫ യുവതിയെ മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ ഭർത്താവ് ഹബീബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും റിമാൻഡിലുള്ള നബീസ, ഹനീഫ എന്നിവരുടെ ജാമ്യാപേക്ഷയും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളി. അതേസമയം ഭർത്തൃപിതാവിന്റെ പ്രായം പരിഗണിച്ച് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വടകര. പോലീസിനെ കണ്ടോടുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൊല്ലം ചിതറയിൽ നിന്ന് സമാനമായൊരു വാർത്ത കേട്ടു. പോലീസിനെ കണ്ടോടിയ ചീട്ടുകളി സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് കുളത്തിൽ വീണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കല്ലറ പാകിസ്ഥാൻ മുക്ക് സ്വദേശി വാഹിദ് മരിച്ചത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ചിതറ മന്ദിരം കുന്നിൽ സംഘം ചേർന്ന് ചീട്ട് കളിക്കുന്നതായ വിവരത്തെ തുടർന്നാണ് പോലീസ് എത്തിയത്. പോലീസ് വരുന്നത് കണ്ട് സംഘം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സംഭവ സ്ഥലത്തു നിന്നും ഒരാളെ പോലീസ് പിടികൂടി. ഇയാളാണ് സമീപത്ത് കുളമുണ്ടെന്നും അതിൽ ആരോ വീഴുന്ന ശബ്ദം കേട്ടെന്നും പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് പ്രദേശവാസികൾ കുളത്തിലിറങ്ങി വാഹിദിനെ കരക്കെത്തിച്ചു. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കല്ലറ പാകിസ്ഥാൻ മുക്ക് സ്വദേശിയാണ് വാഹിദ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 കൊല്ലം. കാസർഗോഡ് സീതാങ്കോളി സ്വദേശി വിനോദ് നാട്ടുകാർക്കും വ്യാപാരികൾക്കും പേടി സ്വപ്നമാണ്. മദ്യലഹരിയിൽ കടകളിലെത്തി സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കഴിഞ്ഞ ദിവസം നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെത്തി ഇയാൾ പരാക്രമം കാട്ടി. ഒടുവിൽ പോലീസ് എത്തിയാണ് വിനോദിനെ കീഴ്പ്പെടുത്തിയത്. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ ഇയാൾ കൈഞ്ഞരമ്പ് മുറിച്ചത് പരിഭ്രാന്തി പടർത്തി. ഉച്ചയ്ക്ക് 1:30 മണിയോടെയാണ് സീതാങ്കോളി ടൗണിൽ മദ്യലഹരിയിലെത്തിയ വിനോദ് പരാക്രമം കാട്ടിയത്. സീതാങ്കോളി സ്വദേശിയായ ഇയാൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കയറി സാധനങ്ങൾ നശിപ്പിച്ചു. ശല്യം അസഹനീയമായതോടെ വ്യാപാരികളും ഡ്രൈവർമാരും ബദിയടുക്ക പോലീസിൽ വിവരമറിയിച്ചു. ഉടൻ പോലീസെത്തി യുവാവിനോട് വീട്ടിൽ പോകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിനെയും വകവയ്ക്കാതെ പരാക്രമം തുടർന്നതോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനൊരുങ്ങി. ഇതിനിടെ വിനോദ് കൈഞ്ഞരമ്പ് മുറിക്കുകയും സമീപത്തെ ഹോട്ടലിലേക്ക് ഓടിക്കയറി സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ബലം പ്രയോഗിച്ച് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വിനോദ് സമാന രീതിയിൽ സീതാങ്കുളി ടൗണിൽ പ്രശ്നമുണ്ടാക്കിയതായി വ്യാപാരികൾ പറഞ്ഞു.
സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ പല വിഷയങ്ങളുടെയും പേരിൽ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് കയ്യാങ്കളിക്ക് വരെയും കാരണമാകും. തിരുവനന്തപുരം വർക്കലയിൽ ചായക്കടയിലുണ്ടായ വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. വെട്ടൂർ സ്വദേശി രാഹുലിനാണ് കുത്തേറ്റത്. പ്രതി അൽത്താഫിനെ വർക്കല പോലീസ് പിടികൂടി. വർക്കല മേൽവെട്ടൂർ ജംഗ്ഷനിലെ ചായക്കടയിൽ ചായ കുടിക്കാനെത്തിയ വെട്ടൂർ സ്വദേശി രാഹുലിനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30ഓടെയാണ് സംഭവം. പലഹാരത്തിന്റെ രുചിയില്ലായ്മ ചൂണ്ടിക്കാട്ടി കട നടത്തിപ്പുകാരനുമായി രാഹുൽ സംസാരിക്കവേ കടയിൽ ചായ കുടിക്കുകയായിരുന്ന വെട്ടൂർ അരിവാളം സ്വദേശി അൽത്താഫ് പ്രശ്നത്തിലിടപെട്ടു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വാക്കേറ്റത്തിനിടെ അൽത്താഫ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് രാഹുലിന്റെ മുതുകിൽ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ രാഹുൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരമറിഞ്ഞെത്തിയ വർക്കല പോലീസ് നടത്തിയ തിരച്ചിലാണ് അൽത്താഫിനെ പിടികൂടിയത്. ഇയാൾ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആറ്റിങ്ങൽ. നമ്മുടെ നാട്ടിൽ സ്വന്തമായൊരു വീട് വെച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അനുമതി തേടി പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങണം. പിന്നെ വീട്ടു നമ്പർ, അങ്ങനെ നൂലാമാലകൾ പലതാണ്. മലപ്പുറം ചെറുമുക്ക് സ്വദേശി ഷഹീർ ബാബു തന്റെ സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് വീട്ടു നമ്പറിനായി പലതവണയാണ് പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങിയത്. പ്ലാനിലില്ലാത്ത സ്ഥലത്ത് ജനൽ സ്ഥാപിച്ചെന്ന് പറഞ്ഞ് ഷഹീറിന് ഉദ്യോഗസ്ഥർ വട്ടം കറക്കി. ഒടുവിൽ വീട്ടു നമ്പർ നൽകാൻ കൈക്കൂലിയും ആവശ്യപ്പെട്ടു. ഷഹീറിന്റെ പരാതിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഓവർസിയറും ഡ്രൈവറും വിജിലൻസിന്റെ പിടിയിലായി. ചെറുമുക്ക് സ്വദേശി ഷഹീർ ബാബുവിന്റെ ഉമ്മയുടെ പേരുള്ള സ്ഥലത്ത് വീട് നിർമ്മിച്ച പെർമിറ്റിന് പഞ്ചായത്തിൽ അപേക്ഷിച്ചിരുന്നു. എന്നാൽ പ്ലാനില്ലാത്ത സ്ഥലത്ത് ജനാല സ്ഥാപിച്ചതിനാൽ പെർമിറ്റ് നൽകാനാവില്ലെന്ന് പറഞ്ഞ് ഡ്രൈവർ ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ടു. ഓവർസിയർക്ക് പണം നൽകിയാൽ ശരിയാക്കാമെന്നും അറിയിച്ചു. 3000 രൂപ നൽകിയില്ലെങ്കിൽ ജനാല പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നും പറഞ്ഞതോടെ പരാതിക്കാരൻ വിജിലൻസിനെ ബന്ധപ്പെടുകയായിരുന്നു. വീണ്ടും ഡ്രൈവറെ വിളിച്ചപ്പോൾ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് പണം കൈമാറിയത്. ഈ സമയം കാത്തുനിന്ന വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത ഇരുവരെയും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തിരൂർ. വീട്ടിലിരുന്നും പണം സമ്പാദിക്കാം എന്ന പരസ്യം കണ്ട് ചതിയിൽ വീഴുന്നവർ നിരവധിയാണ്. ഇങ്ങനെ ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. തമിഴ്നാട് സ്വദേശി രാജേഷ്, ബംഗളൂരു സ്വദേശി ചക്രധാർ എന്നിവരാണ് പിടിയിലായത്. എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് ബംഗളൂരുവിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പറവൂർ സ്വദേശികളിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ്. കേസിലെ മുഖ്യപ്രതി മംഗളൂരു സ്വദേശി മനോജ് ശ്രീനിവാസിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓൺലൈൻ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി മനോജിന്റെ സഹായികളാണ് പിടിയിലായ ചക്രധാറും രാജേഷും. പറവൂർ സ്വദേശികളായ സ്മിജയിൽ നിന്ന് 7 ലക്ഷം രൂപയും ബിനോയിൽ നിന്ന് 11 ലക്ഷം രൂപയുമാണ് സംഘം തട്ടിയത്. സൈബർ പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 50ഓളം അക്കൗണ്ടുകളിൽ നിന്ന് 250 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഓൺലൈൻ ടാസ്ക് വഴിയാണ് പറവൂർ സ്വദേശികൾക്ക് പണം നഷ്ടമായത്. പാർട്ട് ടൈം ജോബിന്റെ ഭാഗമായി യൂട്യൂബ് ലൈക്ക് ചെയ്യുന്നത് വഴി വരുമാനം, 1000 രൂപ നിക്ഷേപിച്ചാൽ വൻതുക വരുമാനം എന്നിങ്ങനെയായിരുന്നു ഇവർക്ക് ലഭിച്ച വാഗ്ദാനം. ആദ്യഘട്ടം എന്ന നിലയിൽ ചെറിയ തുകകൾ തട്ടിപ്പ് സംഘം പ്രതിഫലമായും ലാഭമായും കൈമാറും. തുടർന്ന് വിശ്വാസം ജനിപ്പിച്ച ശേഷം
വലിയ തുകകൾ നിക്ഷേപിപ്പിക്കും. ഇതിന്റെ ലാഭം തിരികെ ലഭിക്കുന്നതിനായി GST, മറ്റു ടാസ്കുകൾ എന്നിങ്ങനെ കൂടുതൽ തുകകൾ വാങ്ങി കബളിപ്പിക്കുകയായിരുന്നു പ്രതികളുടെ രീതി. ഈ തട്ടിപ്പ് നടത്തുന്നതിനായി സാധാരണക്കാരെ കൊണ്ട് കറന്റ് അക്കൗണ്ട് മനോജ് എടുപ്പിക്കും. ഈ അക്കൗണ്ട് ഇവരറിയാതെ കൈകാര്യം ചെയ്യുന്നത് മനോജും സംഘവുമാണ്. അക്കൗണ്ട് വഴി ലഭിക്കുന്ന തുക ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തെത്തിക്കുകയാണ് പതിവ്. ചക്രധാറാണ് ആളുകളെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുന്നത്. അക്കൗണ്ടിൽ തുക വരുന്നതും പോകുന്നതും അവർ അറിയാറില്ല. ഇയാളുടെ പരിചയക്കാരനാണ് രാജേഷ്. രാജേഷിന്റെ അക്കൗണ്ട് വഴി 2 ദിവസം കൊണ്ട് മാത്രം 10 കോടിയിലേറെ രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ സൈബർ പോലീസ് സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. യുവ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ ഡോക്ടർ റുവൈസിന്റെ പിതാവിന് മുൻകൂർ ജാമ്യം. കരുനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ റഷീദിന് ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിക്ക് 5 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി മധുവിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച KSU പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ചേർന്നാണ് വളഞ്ഞിട്ട് മർദ്ദിച്ചത്. ബസ് യാത്രക്കാരിയായ യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവിനെ കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശി സുരേഷ് സമിത്രം എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി കേന്ദ്രീകരിച്ച് വർഷങ്ങളായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന തെയ്യുണ്ണി എക്സൈസ് പിടിയിൽ. പ്രതിയുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൌസിൽ നിന്ന് 2 കിലോ 860 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. വയനാട് കാട്ടിക്കുളത്ത് ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 250 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ചുണ്ടേൽ സ്വദേശി അരുൺ ആന്റണിയാണ് പിടിയിലായത്. ബീഹാറിലെ പട്നയിൽ കൊലക്കേസ് പ്രതിയെ 2 പേർ കോടതി പരിസരത്ത് വെടിവെച്ച് കൊലപ്പെടുത്തി. ഛോട്ടാ സർക്കാർ എന്നറിയപ്പെടുന്ന അഭിഷേക് കുമാറാണ് പോലീസിന് മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കേരളത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. നിരവധി മക്കളുണ്ടെങ്കിലും വാർദ്ധക്യമായാൽ മാതാപിതാക്കളെ നോക്കാൻ പലരും തയ്യാറല്ല. ഇതുമാത്രമല്ല, ഒട്ടേറെ അച്ഛനമ്മമാർ സ്വന്തം വീടുകളിൽ ദുരിതം അനുഭവിച്ച് കഴിയുന്നുണ്ട്. ഇതെല്ലാം സഹിച്ചു മടുത്തിട്ടാകും പലരും വൃദ്ധസദനങ്ങളിൽ അഭയം പ്രാപിക്കുന്നത്. ഇങ്ങനെ വലിച്ചെറിയപ്പെടേണ്ടവരാണോ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണിത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.